സോ +2 മാത്സിലെ മെട്രിക്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആഫ്റ്റർ ഓൾ എന്താണ് മെട്രിക്സ്? ഇറ്റ് ഈസ് എ റെക്ടാങ്കുലർ ഓർ സ്ക്വയർ അറേഞ്ച്മെന്റ് ഓഫ് ഫങ്ഷൻസ് ഓർ നമ്പേഴ്സ്. അതായത് ഇതൊരു പെട്ടിയാണ്. ആ പെട്ടിൻ്റെ ഉള്ളിൽ എന്താണ് എ ബി സി ഡി ഇ എഫ് ആകാം, എന്തെങ്കിലും ഒരു ആൽഫബറ്റ് ആകാം, അല്ലെങ്കിൽ 1 2 3 4 5 6 എന്തെങ്കിലും ഒരു നമ്പർ ആകാം, അതുമല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫംഗ്ഷനും ആകാം. സൈന്, കോസ്, ടാന്, സീക്ക്, ഇങ്ങനെയുള്ള എന്ത് റെക്ടാങ്കുലർ അറേഞ്ച്മെന്റിലും അല്ലെങ്കിൽ സ്ക്വയർ അറേഞ്ച്മെന്റിലും ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഒരു സംഭവത്തിനാണ് എന്ത് പറയാ, മട്രിക്സ് എന്ന് പറയാം. ആഫ്റ്റർ ഓൾ ഈ മട്രിക്സ് എന്തിനൊക്കെ യൂസ് ചെയ്യും എന്നുള്ളതാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. അത് നമ്മൾ ഇൻ ഫിസിക്സ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് ബോംബ് ഉണ്ടാക്കാൻ, അതായത് ക്വാണ്ടം ഫിസിക്സ്, ന്യൂക്ലിയർ ഫിസിക്സിലൊക്കെ ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിന് യൂസ് ചെയ്യും. അതല്ല, ഇപ്പം നിങ്ങളുടെ ചാപ്റ്റർ തന്നെ ഉണ്ട്, കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ട് ഫിസിക്സിൽ, കറണ്ട് ഇലക്ട്രിസിറ്റി. ഈ ചാപ്റ്ററിൽ വേറൊരു സബ് ഹെഡിങ് ഉണ്ടാവും, കിർച്ചോഫ് റൂൾ. ഈ കിർച്ചോഫ് റൂളിൽ ലൂപ്പ് റൂൾ എന്ന് പറഞ്ഞ വേറൊരു സംഭവമുണ്ട്. അതായത് ഒരു ഒരു സർക്യൂട്ട് കൺസിഡർ ചെയ്യാം, റെസിസ്റ്റർ, കപ്പാസിറ്റർ, വേറെ എന്തെങ്കിലും വോൾട്ടേജ്, ഇങ്ങനെയൊക്കെയുള്ള ഒരു ഈ റെസിസ്റ്ററിൽ കറണ്ട് എത്ര പോകുന്നു എന്നുള്ളത് കമ്പ്യൂട്ട് ചെയ്യാൻ ചിലപ്പോൾ എന്താണ് ഈ മെട്രിക്സ് യൂസ് ചെയ്യും. ആദ്യം കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞ ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അവിടെ എങ്ങനെയാണ് മെട്രിക്സ് യൂസ് ചെയ്യുന്നത്. പിന്നെ ജിയോളജി ഇതെന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഖനനം, മൈനിങ്, അതിനൊക്കെ എന്താണ് മാട്രിക്സ് യൂസ് ചെയ്യും. അതായത് ഇപ്പോൾ സപ്പോസ് കടലിൽ കപ്പൽ ഉണ്ടാവില്ലേ, ഈ കപ്പലിന് ഇങ്ങനെ നോക്കിയിട്ട് സീസ്മിക് വേവ്സ് ആണ് അവിടെ ഉപയോഗിക്കുക. സീസ്മിക് വേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് യൂസ് ടു മെഷർ, എന്താ പറയുക, നമ്മുടെ ഭൂമി ഏത് തരം ടൈപ്പ് ഓഫ് ഭൂമിയാണ്, അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഫ്യൂവൽ, അല്ലെങ്കിൽ അവിടുന്ന് കിട്ടുന്ന സംഭവം എന്താണ്, അതിൻ്റെ സ്വഭാവം എങ്ങനെയാണെന്നുള്ളതൊക്കെ അറിയാനും വേണ്ടിയിട്ടാണ് സീസ്മിക് വേവ് ഉപയോഗിക്കുക. അപ്പോൾ ജിയോളജി ഈ പറയുന്ന സംഭവത്തിന് എന്താണ് മട്രിക്സ് യൂസ് ചെയ്യും. അതേപോലെ നമ്മൾ കളിക്കുന്ന ഗെയിമിൽ നമ്മൾ നമ്മളെ മെയിൻ ക്യാരക്ടർ അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഗ്രാഫിക്സ് ഒക്കെ എന്താണ്, ഏത് കളറിലാണ്, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് ഓരോരോ എലമെന്റ്സ് ഉണ്ടാവുമല്ലോ. ഇപ്പം നമ്മൾ ഔട്ട് ആവാൻ ഉള്ള എന്തെങ്കിലുമൊക്കെ ഒരു എലമെന്റ്സ്, അതൊക്കെ എവിടെ സ്പേസ് ചെയ്യണം എന്നുള്ളതൊക്കെ തീരുമാനിക്കുന്നത് ഈ പറയുന്ന മെട്രിക്സ് ആണ്. അല്ലെങ്കിൽ ആ മെട്രിക്സിലൂടെയാണ് കമ്പ്യൂട്ടറിൽ ഇത് അപ്ലൈ ചെയ്യുന്നത്. കാരണം എന്താണ്, മെട്രിക്സിലെ ഇത് ചെയ്യാൻ കഴിയുള്ളൂ. കാരണം കമ്പ്യൂട്ടർ സയൻസ് എടുത്തവർക്കറിയാം, കമ്പ്യൂട്ടറിൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പറയുന്ന പോലെ 1 2 3 അങ്ങനെ പോകുന്ന നമ്പേഴ്സ് ആയിരിക്കില്ല. കമ്പ്യൂട്ടർ എപ്പോഴും എന്തായിരിക്കും, ബൈനറി നമ്പേഴ്സ് മാത്രമേ എന്താവുള്ളൂ, അക്വയർ ചെയ്യുള്ളൂ. അതായത് 1 1 1 0 0 0 എന്നൊക്കെ പറയുന്ന, അതായത് ഈ പറയുന്ന കമ്പ്യൂട്ടർ ഗ്രാഫിക്സിനൊക്കെ എന്താണ് നമ്മുടെ മെട്രിക്സ് യൂസ് ചെയ്യും. സോ ഇതിൻ്റെ യൂസൊക്കെ എന്തിനാണ് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ അടുത്തൊരു വീഡിയോ ഒരാളത് കണ്ടു. ഒരു വലിയ സ്ട്രീമറാണ്, അല്ലെങ്കിൽ വലിയൊരു ചാനലിലൊക്കെ ആങ്കറൊക്കെ ആണ്. അയാൾ വന്നിട്ട് പറയാണ്, ഞാൻ ഇൻ്റഗ്രേഷൻ പഠിച്ചു, മെട്രിക്സ് പഠിച്ചു, അത് പഠിച്ചു, ഇത് പഠിച്ചു, ഇതൊന്നും ഞാൻ റിയൽ ലൈഫിൽ യൂസ് ചെയ്തിട്ടില്ല എന്നുള്ളത്. നിങ്ങൾ റിയൽ ലൈഫിൽ എന്തും ആവാം. ഇപ്പോൾ നിങ്ങളിപ്പോൾ +2 സയൻസ് പഠിക്കുന്നു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ പഠിക്കുന്നു. ഈ പഠിച്ച തന്നെ നിങ്ങൾ നാളെ ആവണമെന്ന് നിർബന്ധമില്ല. പക്ഷേ ഇത് വേറെ ഒരു സെഗ്മെന്റിൽ ഇതെന്താണ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾ ഇത് യൂസ് ചെയ്യുന്നവരാകാം, ആകാത്തവരാകാം. എന്തായിരുന്നാലും ഇനി അതേപോലത്തെ വർത്താനം നിങ്ങളിൽ നിന്നുണ്ടാവരുത് എന്നുള്ള പ്രത്യാശ കൊണ്ടാണ് ഇതൊക്കെ ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പം അടുത്ത സെന്റൻസ്, ഓർഡർ ഓഫ് മെട്രിക്സ്. ഒരു മെട്രിക്സിന്റെ ഓർഡർ എന്താണ്, ഓർഡർ എങ്ങനെ കാണും എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യം എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് ആണ്. ആ മെട്രിക്സിൽ 1 2 3 4 1 2 3 4 എന്ന് പറയുന്നത് എന്താണ്, ഈ മെട്രിക്സിലെ എലമെന്റ്സ് ആണ്. ഈ നമ്പേഴ്സ് ഒക്കെ എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്, മെട്രിക്സിലെ
എലമെന്റ്സ് ആണ്. മെട്രിക്സിലെ എലമെന്റ്സ് ആണ്. ഈ മെട്രിക്സിലെ എലമെന്റ്സ് എവിടേക്കാണ് സ്പേസ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് എങ്ങനെയാ മനസ്സിലാക്കുക? ഈ ഒരു പൊസിഷൻ, ഈ 1 ഉള്ള പൊസിഷനെ A11 എന്ന് വിളിച്ചു. A11 എന്ന് ഞാൻ വിളിക്കാനുള്ള കാരണം എന്താ? ഞാൻ പറഞ്ഞു ഒരു സ്ക്വയറിൽ റോ ഉണ്ട്, അതേപോലെ കോളം ഉണ്ട്. ഈ റോനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് M എന്ന് പറയുന്ന ലെറ്ററിലും കോളത്തിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് N എന്ന് പറയുന്ന ലെറ്ററിലും ആണെന്ന് വിചാരിക്കുക. സോ A11 എന്തിനു എഴുതിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 1 എന്ന് പറയുന്ന നമ്പർ ഈ മെട്രിക്സിന്റെ ഒന്നാമത്തെ റോയിലെ ഒന്നാമത്തെ കോളത്തിൽ സ്പേസ് ചെയ്യുന്നതാണ്. അപ്പം 2 എന്ന് പറയുന്നത് എവിടെയാണ്? A12ലാണ് അല്ലേ? ഒന്നാമത്തെ റോയിൽ രണ്ടാമത്തെ കോളത്തിലാണ് എന്തുള്ളത്? 2 ഉള്ളത്. അതേപോലെ 3 എന്ന് പറയുന്നതോ രണ്ടാമത്തെ റോയിൽ ഫസ്റ്റ് കോളത്തിലാണ് ഉള്ളത്. അതേപോലെ ഇവിടെയോ രണ്ടാമത്തെ റോയിൽ രണ്ടാമത്തെ കോളത്തിലാണ്. അതായത് ഈ പറയുന്ന മെട്രിക്സ് കോളം M എന്ന് പറയുന്ന ലെറ്ററിലും റോ M എന്ന് പറയുന്ന ലെറ്ററിലും കോളം N എന്ന് പറയുന്ന ലെറ്ററിലും ആണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ A11, A12, A21, A22 എന്ന് പറയുന്ന എന്താണ് പൊസിഷൻസിലൊക്കെയാണ് 1, 2, 3, 4 എന്ന് പറയുന്ന നമ്മളെ മെട്രിക്സിലെ എലമെന്റ്സ് ഉള്ളത്. ഓക്കെ, അപ്പം ഈ മെട്രിക്സിന്റെ പൊസിഷൻ ഇങ്ങനെയാണ് നമ്മൾ കൊടുക്കുക. റോ M എന്ന് പറയുന്ന ലെറ്ററിലും N കോളം എന്ന് പറയുന്ന ഒരു ഇതിലാണ് നമ്മൾ പറയുന്നത്. സോ അടുത്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഓർഡർ? അപ്പോൾ ഞാൻ ഓർഡർ എന്താന്ന് പറഞ്ഞിട്ടില്ല. അതിന് ഓർഡർ എങ്ങനെയാണ്? നമ്മൾ നേരത്തെ എടുത്ത മെട്രിക്സ് തന്നെ എടുക്കാം. 1, 2, 3, 4. ഓക്കെ, 1, 2, 3, 4. ഇവിടെ എത്ര റോ ഉണ്ട്? 1, 2 റോസ്. നമ്പർ ഓഫ് റോസ് എത്ര ഉണ്ട്? 2 റോസ് ഉണ്ട്. കോളം എത്ര ഉണ്ട്? 1, 2. കോളം 2. സോ ഒരു മെട്രിക്സിന്റെ ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ M/N എന്ന് പറയുന്ന ലെറ്ററിലാണ്, അല്ലെങ്കിൽ M/N എന്തോ അതാണ് എന്ത് ഓർഡർ. M/N എന്തോ അതാണ് എന്ത് ഓർഡർ. അപ്പൊ A എന്ന് പറയുന്ന മെട്രിക്സിന്റെ ഓർഡർ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എമ്മിന്റെ പ്ലേസിൽ റോ എത്രയാ? 2. കോളം ബൈ N 2. 2/2 ആണ് നമ്മൾക്ക് തന്ന ഈ എക്സാമ്പിളിലുള്ള മെട്രിക്സിന്റെ ഓർഡർ. സോ അഗൈൻ ഒരു എക്സാമ്പിൾ കൂടി എടുക്കാം. 1, 6, 0, 3, 4, 5. ഇതാണ് വേറൊരു മെട്രിക്സ്. ഇതിന്റെ ഓർഡർ എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക? ജസ്റ്റ് എത്ര റോസ് ഉണ്ട്, എത്ര കോളം ഉണ്ട് എന്നുള്ളത് മാത്രം നോക്കുക. റോന്റെ പ്ലേസ് ഇൻറ്റു നമ്പർ ഓഫ് കോളം. നമ്പർ ഓഫ് റോ ഈക്വൽ ടു 2. നമ്പർ ഓഫ് കോളം ഈക്വൽ ടു 1, 2, 3. 3 കോളല്ലേ? 3. അപ്പം ഓർഡർ എന്താണ്? ഓർഡർ എന്ന് പറഞ്ഞാൽ M/N എന്നാണ്. ഇതാണ് M, ഇതാണ് N. സോ ഓർഡർ എന്താണ്? 2/3 ആണ്. ഓക്കെ, അഗൈൻ ഒരു എക്സാമ്പിൾ കൂടി പറയാം. 3, 4, 5, 3, 3, 3, 1, 0, 1. ഇതിന്റെ ഓർഡർ എന്താണ്? എത്ര റോ ഉണ്ട്? 3 റോ ഉണ്ട്. എത്ര കോളം ഉണ്ട്? 3 കോളം ഉണ്ട്. അപ്പൊ എന്താണ്? ഓർഡർ 3/3 ആണ്. ഓർഡർ ഒരു മെട്രിക്സിന്റെ കാണല് എങ്ങനെയാണ്? ഇങ്ങനെയാണ്. ഇതിന്റെ ഇക്വേഷൻ ഇതാണ് M/N. ഓക്കെ, അടുത്തത് കുറച്ചും കൂടി വ്യക്തമാക്കാൻ വേണ്ടി 3 ഫാക്ടറി അവിടെ വർക്ക് ചെയ്യുന്ന നമ്പർ ഓഫ് വർക്കേഴ്സ് ആണ്. മെൻ വർക്കേഴ്സും ഉണ്ട്, വുമൺ വർക്കേഴ്സും ഉണ്ട്. ഒരു ഫാക്ടറിയിൽ 30 മെന്നും ആ ഫാക്ടറിയിൽ തന്നെ വുമൺ 25, 25, 31, 27, 26. ക്വസ്റ്റ്യൻ ഇതാണ് എന്ത്? ഈ ഇൻഫോർമേഷൻസ് ഒക്കെ 3/2 മെട്രിക്സിൽ ആക്കണം. അതെങ്ങനെ ചെയ്യും?
3/2 മെട്രിക്സിൽ ആക്കണം. 3/2 മെട്രിക്സിലാക്കണം. അതിൻ്റെ അർത്ഥം എന്താണ്? 3 എന്ന് പറഞ്ഞാൽ എം ആണ്. എം എന്ന് പറഞ്ഞാൽ എന്താണ്? റോ. 2 എന്ന് പറഞ്ഞാൽ എൻ ആണ്. എൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കോളം. സോ ഇത് ഓൾറെഡി 3/2 മെട്രിക്സിലാണ് നമ്മളെ ഈ ടേബിൾ ഉള്ളത്. അത് ജസ്റ്റ് എഴുതിയാൽ മതി. അതായത് എന്താണ്? എ എന്ന് പറയുന്ന മെട്രിക്സ് എന്താവും? 30, 25, 30, 25, ഇവിടെ 31, 25, 27, 26, 27, 26. ഇപ്പം ഇത് 3/2 ആയില്ലേ? 3 റോ 2 കോളം. 3 റോ 1, 2, 3, 2 കോളം. അപ്പം എന്താണ്? 3/2 മെട്രിക്സിലാണ് ഇതുള്ളത്. ഓക്കെ. സോ നെക്സ്റ്റ് ടൈപ്സ് ഓഫ് മെട്രിക്സ്. ടൈപ്സ് ഓഫ് മെട്രിക്സ്. മെട്രിക്സിന്റെ കുറച്ച് ടൈപ്സ്. ഇത് ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന അത്രയും മെട്രിക്സ് ഒന്നല്ല മെട്രിക്സ് ഉള്ളത്. മെട്രിക്സ് പറഞ്ഞാൽ കുറേ ടൈപ്പ് ഉണ്ട്. ജസ്റ്റ് ടെക്സ്റ്റിലുള്ളത് ഒരു 5-8 ഉള്ളൂ. സോ ഫസ്റ്റ് തന്നിട്ടുള്ളത് സ്ക്വയർ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതാണ്. സ്ക്വയർ മെട്രിക്സ്. സ്ക്വയർ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. ഇതിന്റെ തിയറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര റോ ഉണ്ടോ അത്രയും തന്നെ കോളം. അതായത് ഒരു സ്ക്വയർ എന്താണ്? സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ലെങ്ത്തും ബ്രെഡ്ത്തും ഈക്വൽ ആവുക എന്നുള്ളതല്ലേ സ്ക്വയറിന്റെ പ്രത്യേകത. അതേപോലെ തന്നെയാണ് മെട്രിക്സിന്റെ കേസിലും. നമ്പർ ഓഫ് റോസും ഈക്വൽ ടു നമ്പർ ഓഫ് കോളം. സോ ഇതാണ് എന്ത്? സ്ക്വയർ മെട്രിക്സ്. നമ്പർ ഓഫ് റോസ് എന്തിന് ഈക്വൽ ആണ്? നമ്പർ ഓഫ് കോളത്തിന് ഈക്വൽ ആണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ 2, 4, 6, 8. ഇവിടെ എത്ര റോ ഉണ്ട്? 1, 2, 1, 2. 2 റോ ഉണ്ട് ബൈ എത്ര കോളം ഉണ്ട്? 1, 2. 2/2 ഓർഡറിലുള്ള ഒരു മെട്രിക്സ് ആയിരിക്കും നമുക്ക് കിട്ടുക. ഇനി വേറൊരു എക്സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 1, 1, 1, 1, 1, 1, 1, 1, 1. ഇതൊരു മെട്രിക്സ് ആണെന്ന് വിചാരിക്കുക. ഇവിടെ എന്താണ്? 3 റോ ഉണ്ട്, 3 കോളം ഉണ്ട് അല്ലേ? 3 റോ 1, 2, 3. 3 റോ ഉണ്ട്, 3 കോളം ഉണ്ട്. 1, 2, 3. 3/3 മെട്രിക്സ്. നമ്പർ ഓഫ് റോസ് എത്രയോ അത്രയും തന്നെ കോളം ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു മെട്രിക്സിനെ പറയുന്ന പേരാണ് എന്ത്? സ്ക്വയർ മെട്രിക്സ്. ഇനി അടുത്തത് രണ്ടാമത്തെ ടൈപ്പ് റോ മെട്രിക്സ്. റോ മെട്രിക്സ്. റോ മെട്രിക്സ്. റോ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. അവിടെ ജസ്റ്റ് ഒരു റോ മാത്രമേ ഉണ്ടാവുള്ളൂ. കോളം വേണമെങ്കിലും ആവാം. അതായത് എ മെട്രിക്സ് കണ്ടെയ്ൻ ഓൺലി 1 റോ. അങ്ങനെയുള്ള മെട്രിക്സിനാണ് എന്ത് പറയാ? റോ മെട്രിക്സ് എന്ന് പറയാം. അപ്പോൾ റോ മെട്രിക്സ് എന്നാണെന്നുണ്ടെങ്കിൽ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ട് തുടങ്ങാം. ഒരു റോയേ ഉണ്ടാവുള്ളൂ. 1, 0, 3, 4. 1, 0, 3, 4 എന്ന് പറയുന്ന ഒരു മെട്രിക്സ് ആണെന്ന് വിചാരിക്കുക. ഇവിടെ എത്ര റോ ഉണ്ട്? ഒരു റോയേ ഉള്ളൂ. ബൈ ഇതിന്റെ ഓർഡർ എന്താണ്? 1, 2, 3, 4. എത്ര കോളം ഉണ്ട്? 4 കോളം ഉണ്ട് അല്ലേ? അപ്പോൾ 1/4 ആണ് ഇതിന്റെ ഓർഡർ. ഇനി സപ്പോസ് വേറൊരു മെട്രിക്സ് എടുക്കുകയാണ്. 1, 2 എന്ന് പറയുന്ന ഒരു മെട്രിക്സ് ആണ്. ഇവിടെ എന്താണ്? എത്ര റോ ഉണ്ട്? ഒരു റോയേ ഉള്ളൂ. ബട്ട് എത്ര കോളം ഉണ്ട്? 1, 2, 2 കോളം ഉണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കാം. റോ മെട്രിക്സിന്റെ ഓർഡർ എപ്പോഴും എന്തായിരിക്കും? ഒരു റോ മെട്രിക്സിന്റെ ഓർഡർ എപ്പോഴും എന്തായിരിക്കും? 1/n എന്നായിരിക്കും. 1/n എന്നായിരിക്കും. സോറി 1/n എന്നായിരിക്കും. അതായത് ഓർഡറിൽ റോ എപ്പോഴും 1 ആയിരിക്കും. n എന്ന് പറഞ്ഞാൽ കോളം ആയിരിക്കും. സോ അടുത്തത് എന്തായാലും എന്തായിരിക്കും? കോളം മെട്രിക്സ് ആണ് മൂന്നാമത്തെ ടൈപ്പ്. COLOUMN. റോ മെട്രിക്സ് പറഞ്ഞ പോലെ ഇവിടെ എന്താണ്? ഒരു കോളം മാത്രമേ ഉണ്ടാവുള്ളൂ. അത്തരത്തിലുള്ള മെട്രിക്സിനാണ് എന്ത് പറയാ? കോളം മെട്രിക്സ് എന്ന് പറയാം. ഓക്കെ. അതായത് ഒരു മെട്രിക്സ് എ എന്ന് പറയുന്ന മെട്രിക്സ് ആണ്. ഇവിടെ എന്താണ്? ഒറ്റ കോളം 1, 2, 3, 4. അതായത്
ഇതിൽ എത്ര റോ ഉണ്ട്? 1 2 3 4 റോ ഉണ്ട്. എന്നാൽ എത്ര കോളം ഉണ്ട്? കോളം. ഇനി വേറൊരു എക്സാമ്പിൾ 0 0 0 1 എന്ന് പറയുന്ന ഒരു മെട്രിക്സ് ആണ്. ഇവിടെ എത്ര റോ ഉണ്ട്? 4 റോ ഉണ്ട്. എന്നാൽ എത്ര കോളം ഉണ്ട്? 1 കോളം. അഗെയിൻ ഒരു മെട്രിക്സ് എടുക്കുകയാണ് 2 4 6. ഇവിടെ എത്ര റോ ഉണ്ട്? 3 റോ ഉണ്ട്. എന്നാൽ എത്ര കോളം ഉണ്ട്? ഒറ്റ കോളം. സോ ഓൺലി 1 column in a matrix is called column matrix. So ഇവിടെ നിങ്ങൾക്ക് ജനറൽ ആയിട്ട് ഇതിൻ്റെ ഓർഡർ എന്താണെന്ന് പറയാം. m/1 എന്നാണെന്ന് പറയാം. നേരത്തെ റോന്റെ ഓർഡർ പറഞ്ഞപ്പം 1/n എന്ന് പറഞ്ഞ പോലെ ഇതിൻ്റെ ഓർഡർ ജനറലി എന്താണ്? m/1 ആണ്. സോ അടുത്ത മെട്രിക്സ് ഡയഗണൽ മെട്രിക്സ്. മൂന്നാമത്തെ മെട്രിക്സ് ഡയഗണൽ മെട്രിക്സ്. ഡയഗണൽ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഒരു മെട്രിക്സ് അതിൻ്റെ ഡയഗണൽ എലമെന്റ്സ് മാത്രമേ 0 അല്ലാത്തത് ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ളതൊക്കെ എന്താണ്? 0 ആയിരിക്കും. അതായത് എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് ആയിട്ട് വിചാരിക്കുക. 1 0 0 സോറി, ഇത് ഐഡന്റിറ്റി മെട്രിക്സ് ആവും. 1 0 0 2 എന്ന് പറയുന്ന ഒരു മെട്രിക്സ് ആണെന്ന് വിചാരിക്കുക. ഇവിടെ എന്താണ്? ഡയഗണൽ എലമെന്റ്സ് ഒരു സ്ക്വയർ എടുക്കുകയാണ്. അതിൻ്റെ ഡയഗണൽ ഇങ്ങനെ ആയിരിക്കുമല്ലേ. അപ്പോൾ ഈ ഒരു മെട്രിക്സിൻ്റെ ഡയഗണൽ എലമെന്റ്സ് ഏതൊക്കെയാ? 1ഉം 2ഉം. ബാക്കി ഡയഗണൽ അല്ലാത്ത എലമെന്റ്സ് ഒക്കെ എന്താണ്? 0 ആയിരിക്കും. അതല്ല വേറൊരു എക്സാമ്പിൾ തരാണെന്നുണ്ടെങ്കിൽ 1 0 0 0 2 0 0 0 1. ഇവിടെ എന്താണ്? ഡയഗണൽ എലമെന്റ്സ് ഒക്കെ മാത്രമേ എന്തുണ്ടാവുള്ളൂ? 0 അല്ലാത്തത് ഉണ്ടാവുള്ളൂ. ബാക്കിയൊക്കെ എന്താണ്? നമ്പേഴ്സ് ആണ്. ഇങ്ങനത്തെ മെട്രിക്സിനെയാണ് എന്ത് പറയാ? ഡയഗണൽ മെട്രിക്സ് എന്ന് പറയാം. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ നമുക്ക് വേറൊരു മെട്രിക്സ് ഇതുമായിട്ട് സിമിലർ ആയിട്ടുള്ള മെട്രിക്സ് ആണ് എന്ത്? ഐഡന്റിറ്റി മെട്രിക്സ്. നാലാമത്തത് ഐഡന്റിറ്റി മെട്രിക്സ്. ഇത് ഈ ഒരു ടൈപ്പ് ഓഫ് മെട്രിക്സ് ഈ ഒരു ചാപ്റ്റർ ഫുൾ ഉണ്ട്. അപ്പോൾ ഈ ഒരു മെട്രിക്സ് എപ്പോഴും ഓർത്തിരിക്കുക, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് എ എന്ന് പറയുന്ന മെട്രിക്സ്, ആ മെട്രിക്സിൽ ഡയഗണൽ എലമെന്റ്സ് ഒക്കെ 1, എന്നാൽ അല്ലാത്തതൊക്കെ 0. അതായത് 1 0 0 1. ഞാൻ നേരത്തെ പറഞ്ഞ ഈ ടൈപ്പ് ഓഫ് മെട്രിക്സിനെയാണ് എന്ത് പറയാ? ഈ ടൈപ്പ് ഓഫ് മെട്രിക്സിനാണ് ഐഡന്റിറ്റി മെട്രിക്സ് എന്ന് പറയാം. ബി എന്ന് പറയുന്ന വേറൊരു മെട്രിക്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 1 0 0 0 1 0 0 0 1. ഇങ്ങനെയൊക്കെയുള്ള മെട്രിക്സിനെയാണ് എന്ത് പറയാ? ഐഡന്റിറ്റി മെട്രിക്സ്. ഡയഗണൽ എലമെന്റ്സ് മാത്രം 1, ബാക്കിയൊക്കെ 0. ഓക്കെ. ഇനി അഞ്ചാമത്തെ മെട്രിക്സ് സ്കേലാർ മെട്രിക്സ്. ഇപ്പൊ നമ്മൾ ഡയഗണൽ മെട്രിക്സ്, ഐഡന്റിറ്റി മെട്രിക്സ് എന്നൊക്കെ പഠിച്ചു. ഈ ഐഡന്റിറ്റി മെട്രിക്സിനെ വേറൊരു സ്കേലാർ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഏതെങ്കിലും ഒരു കോൺസ്റ്റന്റുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്തരം മെട്രിക്സിനെയാണ് എന്ത് പറയാ? സ്കേലാർ മെട്രിക്സ് എന്ന് പറയാം. അതായത് ആദ്യം തന്നെ ഇത് മനസ്സിലാക്കി വെക്കുക, എ എന്ന് പറയുന്നത് ലാംഡ ഇൻറ്റു ഐ ടൈപ്പ് ഓഫ് മെട്രിക്സ് ആണ് എന്നുണ്ടെങ്കിൽ, ഈ ലാംഡ എന്ന് പറയുന്നത് എന്താ? ഒരു കോൺസ്റ്റന്റ് നമ്പർ ആയിരിക്കും, വേറെ എന്തെങ്കിലും ആയിരിക്കും കോൺസ്റ്റന്റ്. ഐ എന്ന് പറയുന്ന ഐഡന്റിറ്റി മെട്രിക്സ്. അതായത് സപ്പോസ് ഒരു എക്സാമ്പിൾ എടുക്കുക. എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ്, ഐഡന്റിറ്റി മെട്രിക്സ് എന്ന് പറഞ്ഞാൽ 1 0 0 0, ഡയഗണൽ എലമെന്റ്സ് മാത്രം 1 ഉള്ളതാണ്. അപ്പോൾ 2 0 0 0 2 0 0 0 2 എന്ന് പറയുന്ന മെട്രിക്സ് ആണെന്ന് വിചാരിക്കുക. ഇതിനെ എനിക്ക് 2 ഇൻറ്റു 1 0 0 0 1 0 0 0 1 എന്ന് എഴുതിക്കൂടെ? ഇങ്ങനെ എഴുതാൻ കഴിയുന്ന, അതായത് എന്താണ്? ഞാൻ പറഞ്ഞു എ എന്ന് പറയുന്ന മെട്രിക്സ് ലാംഡ ഇൻറ്റു ഐ അല്ലേ?
എ എന്ന് പറയുന്ന മെട്രിക്സ് ഈ ഒരു എക്സാമ്പിളിന്റെ കേസിൽ ചിന്തിക്കുമ്പോൾ എന്താണ്, ലാംഡ എന്ന് പറയുന്നത് 2 ആണ്, ഐ എന്ന് പറയുന്നത് ഈ ഒരു ഐഡന്റിറ്റി മെട്രിക്സ് ആണ്. ഇങ്ങനെ എഴുതാൻ സാധിക്കുന്ന മെട്രിക്സിനെയാണ് എന്ത് പറയാ, സ്കേലാർ മെട്രിക്സ് എന്ന് പറയാ. ഒരു എക്സാമ്പിളും കൂടി എടുക്കാം വേണമെങ്കിൽ. ബി എന്ന് പറയുന്ന മെട്രിക്സ് M0 0 M എന്നാണെന്ന് വിചാരിക്കുക. ഈ മെട്രിക്സിന്റെ കോൺസ്റ്റന്റ് എന്താണ്, എം ആണ്. ആ എമ്മിനെ ഞാൻ പുറത്തേക്ക് എടുത്തു, ബാക്കി 1 0 0 1 ഇങ്ങനെ എഴുതി കൂടെ. ഇവിടെ എന്താണ്, ബി എന്ന് പറയുന്ന മെട്രിക്സ് എം ഇൻറ്റു ഐ ആണ് എന്ന് പറയാം. ഓക്കെ, ഒരു മെട്രിക്സിനെ ഒരു കോൺസ്റ്റന്റും ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തു ഇൻറ്റു ഐഡന്റിറ്റി മെട്രിക്സ്. അങ്ങനെ എഴുതാൻ കഴിയുന്ന മെട്രിക്സിനെയാണ് സ്കേലാർ മെട്രിക്സ് എന്ന് പറയാം. അപ്പം 4 മെട്രിക്സ് ആയി, 4 മെട്രിക്സ് അല്ല 5 മെട്രിക്സ് ആയി, 5 ടൈപ്പ് ഓഫ് മെട്രിക്സ് ആയി, സ്കേലാർ മെട്രിക്സ് വരെ ആയി. വേറൊരു ടൈപ്പ് ഓഫ് മെട്രിക്സ് ആണ് എന്ത്, സീറോ മെട്രിക്സ്. 6th വൺ, സീറോ മെട്രിക്സ്. സീറോ മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, സീറോ. എ എന്ന് പറയുന്ന മെട്രിക്സ് ഫുള്ള് സീറോ ആണ് എന്നുണ്ടെങ്കിൽ, ആ എലമെന്റ്സ് ഒക്കെ ഫുള്ള് സീറോ ആണെന്നുണ്ടെങ്കിൽ ഇതിനാണ് എന്ത് പറയാ, സീറോ മെട്രിക്സ് എന്ന് പറയുന്നത്. എലമെന്റ്സ് ഓഫ് എ മെട്രിക്സ് കണ്ടെയ്ൻ ഇറ്റ്സ് ഓൺലി സീറോ, ഇറ്റ്സ് കോൾഡ് സീറോ മെട്രിക്സ്. വേറെ ഒരു മെട്രിക്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സീറോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് കുറച്ച് അഡ്വാൻസ്ഡ് ലെവലാണ്. ഇത് നിങ്ങളെ എൻട്രൻസിനൊക്കെ ചിലപ്പം ചോദിക്കും. സോ ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക, കൂടുതലൊന്നും അറിയണ്ട, എന്നാലും ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. വേറൊരു ടൈപ്പ് ആയിട്ട് എഴുതിക്കോ, വേറൊരു ടൈപ്പ് ഓഫ് മെട്രിക്സ് ആയിട്ട് എഴുതിക്കോ, ഐഡംപൊട്ടന്റ് മെട്രിക്സ്. ഐഡംപൊട്ടന്റ് മെട്രിക്സ്. ബോർഡ് എക്സാമിനൊന്നും ഉണ്ടാവില്ല, പക്ഷെ ഒരു മെട്രിക്സ്, ആ മെട്രിക്സിന്റെ സ്ക്വയർ ചെയ്താൽ കിട്ടുന്നത് ആ മെട്രിക്സ് തന്നെയാണ് എന്നുണ്ടെങ്കിൽ അതിനെയാണ് എന്ത് പറയാ, ഐഡംപൊട്ടന്റ് മെട്രിക്സ് എന്ന് പറയാം. ഓക്കെ, ഒരു മെട്രിക്സ് ആ മെട്രിക്സിനെ സ്ക്വയർ ചെയ്താൽ കിട്ടുന്നത് ആ മെട്രിക്സ് തന്നെയാണ് എന്നുണ്ടെങ്കിൽ അതിനെയാണ് എന്ത് പറയാ, ഐഡംപൊട്ടന്റ് മെട്രിക്സ് എന്ന് പറയാം. വേറൊരു മെട്രിക്സ് ഉണ്ട്, എന്താണ്, നിൽ പോയിന്റ് മെട്രിക്സ്. ഈ മെട്രിക്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മെട്രിക്സ് എത്ര പ്രാവശ്യം നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നോ അത് ഒരു കോൺസ്റ്റന്റ് ആണ് എന്നുണ്ടെങ്കിൽ അത് എന്തായിരിക്കും, ആൻസർ സീറോ ആണ് എന്നുണ്ടെങ്കിൽ അത്തരം മെട്രിക്സിനാണ് എന്ത് പറയാ, നിൽ പോയിന്റ് മെട്രിക്സ്. ഇനി എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവോളണ്ടറി മെട്രിക്സ്. ഈ ഈ ഐഡംപൊട്ടന്റ് മെട്രിക്സുമായിട്ട് കുറച്ചും കൂടി സാമ്യതയുള്ള മെട്രിക്സ് ആണ് എന്ത്, ഇൻവോളണ്ടറി മെട്രിക്സ്. സോ ഇൻവോളണ്ടറി മെട്രിക്സ് ഒന്നുമില്ല, എ സ്ക്വയർ ഈക്വൽ ടു എ ആണ് ഐഡംപൊട്ടന്റ് മെട്രിക്സ്. അതേപോലെ എ സ്ക്വയർ എന്ന് പറയുന്നത് ഒരു ഐഡന്റിറ്റി മെട്രിക്സ് ആണ് തരുന്നത് എന്നുണ്ടെങ്കിൽ അതിനെയാണ് എന്ത് പറയാ, ഇൻവോളണ്ടറി മെട്രിക്സ് എന്ന് പറയാം. ഈ ഒരു പേജ്, ഈ 3 മെട്രിക്സ് ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സ് പറയാം. പിന്നെ ബാക്കി വീഡിയോസൊക്കെ വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. അല്ലെങ്കിൽ വേണമെന്നുള്ളവർ, ഈ വീഡിയോ വേണമെന്നുള്ളവർ കമന്റ് ബോക്സിൽ പറയാം. അപ്പം സന്തോഷമായിട്ടിരിക്കുക.